തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയിടാനെത്തിയ ഭക്തരിൽ നിന്നും പാർക്കിംഗിന്റെ പേരിൽ ചിലർ അനധികൃത പിരിവ് നടത്തിയെന്ന് മേയർ വി രാജേഷ്. വാഹന പാർക്കിംഗിന്റെ പേരിൽ അമിത ഫീസ് ഈടാക്കുന്ന മാഫിയകളെ ഇനി മുതൽ അനുവദിക്കില്ലെന്നും മേയർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പൊങ്കാലയ്ക്ക് എത്തിയ ഇവരുടെ വാഹനങ്ങൾ അമിത പാർക്കിംഗ് ഫീസ് ഈടാക്കി അനധികൃത പിരിവ് നടത്തിയ SMV ഗവൺമെന്റ് സ്കൂൾ PTA ഭാരവാഹികളായ 2 പേരെ തമ്പാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മേയറുടെ പ്രതികരണം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയവരിൽ നിന്നും അനധികൃത പാർക്കിങ്ങിന്റെ പേരിൽ ഭീമമായ ഫീസ് ഈടാക്കിയവർക്കെതിരെ കർശന നടപടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സ്വീകരിച്ചത്. മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ ശക്തമായ നടപടിയാണ്. അതേക്കുറിച്ച് പ്രതികരിക്കാൻ ഇപ്പോൾ മേയർ തന്നെയുണ്ട്. മേയർ വളരെ ശക്തമായൊരു നടപടിയാണ് സ്വീകരിച്ചത്. ഒരു കാരണവശാലും ഈ കൊള്ളയൊന്നും അനുവദിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു മാഫിയ തിരുവനന്തപുരത്ത് വേണ്ട. അതായത് ഞങ്ങൾ ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR ഗോവൻ ചേട്ടനും സെക്രട്ടറിയും ഞാനും ഒക്കെ രാവിലെ മുതൽ ഇതിൻ്റെ വ്യത്യസ്ത കാര്യമായി നഗരത്തിൻ്റെ പല ഭാഗത്തുണ്ട്. അപ്പോഴാണ് വിവരം കിട്ടിയത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കോർപ്പറേഷൻ ഉത്തരവാദിത്വം, കോർപ്പറേഷൻ അവിടുത്തെ ഭരണപരമായ കാര്യങ്ങൾ ചുമതലയുള്ള ഞങ്ങളുടെ ഒരു അറിവും ഇല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥലത്ത് ബസ് കൊണ്ടുവരുന്നതിന് PTA-യുടെ 2 പേര് എന്നിട്ട് പണം പിരിക്കുകയാണ്. അതിൽ കൊടുത്തിരിക്കുന്ന റെസിപ്റ്റിൽ കോർപ്പറേഷൻ്റെയോ സർക്കാരിൻ്റെയോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ ഒരു സീലോ ഒരു രേഖകളോ ഇല്ല. അവർ തീരുമാനിക്കാൻ രാവിലെ 8 മണിക്കൊന്ന് ഒരു ബസ്സിന് ഉച്ചയ്ക്ക് 2 മണി വരെ 1000 രൂപയാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. 100 കണക്കിന് വാഹനങ്ങൾ SMV സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യും. ചോദിച്ചപ്പോൾ ഒരു PTA പ്രസിഡന്റ് കർണനും ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ഹാഷിമും കൂടെയാണ്. ഹാഷിമിൻ്റെ പോക്കറ്റിൽ 500 നോക്കറ്റിൽ കെട്ടിയടിക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അവരെ വിളിച്ചിട്ട് പണം എന്തായാലും തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ പോലീസിൽ അറിയിച്ചു. പോലീസ് ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്ത് തമ്പാനൂർ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹവുമായി സംസാരിക്കാൻ സാധിച്ചില്ല, സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുമായി സംസാരിച്ചു. അവരൊക്കെ തന്നെ ശക്തമായിട്ടുള്ള നടപടി കാര്യങ്ങളിൽ ഇവർക്കെതിരെ സ്വീകരിക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. പ്രിൻസിപ്പൽ അറിഞ്ഞില്ലെന്ന് പറയുന്നു, HM അറിഞ്ഞില്ലെന്ന് പറയുന്നു. 2 PTA-കാർ ചേർന്ന് സർക്കാർ സ്കൂളിൻ്റെ സ്ഥലം വിറ്റ് പണം എടുക്കുകയാണ്.